ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ചുരിദാറിന് എപ്പോഴും ചുരിദാറുമൊക്കെ ആയിട്ടാണല്ലോ വരുന്നത്. ഇന്ന് നമ്മുടെ ജീൻസിനും ഒക്കെ കൂടെ ഇടാൻ പറ്റിയ ഒരു ഷോർട്ടായിട്ടുള്ള ഒരു ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ആ തുണിയെ രണ്ടായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ ബാക്ക് പാർട്ടിൻ്റെ ലെങ്താണ് മാർക്ക് ചെയ്യുന്നത്. ഞാനൊരു 32 ഇഞ്ചിൽ നമ്മുടെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ലെങ്ത് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഷോൾഡറിൻ്റെ അളവ് എടുത്ത് മാർക്ക് ചെയ്യുന്നു. 7 ഇഞ്ചാണ് നമ്മുടെ ഷോൾഡറിൻ്റെ അളവ്. അത് മാർക്ക് ചെയ്തതിന് ശേഷം താഴേക്കും 7 ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നതിന് മുമ്പ് നമ്മുടെ താഴെ ഭാഗത്തുനിന്നും 7 ഇഞ്ച് തന്നെയാണോ കിട്ടുന്നതെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് ആ ലൈൻ അങ്ങ് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ ചെസ്റ്റൊക്കെ അടയാളപ്പെടുത്തുന്നതിനും അവിടെ നിന്നും അതൊരു മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ചെസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്താം. 9 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ആം റൗണ്ട് കുഴിച്ച് വരയ്ക്കാം. ഇനി നമ്മുടെ നെക്കാണ്. നെക്കിന് വേണ്ടി നമ്മൾ 3.5 ഇഞ്ചിൽ വിഡ്ത്തിലും 4 ഇഞ്ച് ലെങ്തിലുമാണ് നമ്മുടെ നെക്ക് അടയാളപ്പെടുത്തുന്നത്. അത് നെക്കിൻ്റെ ലെങ്തും വിഡ്ത്തും അടയാളപ്പെടുത്തിയതിന് ശേഷം അതൊരു ബോക്സ് ആയിട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ആ ഒരു നെക്കിൻ്റെ ഷേപ്പ് എന്താണോ അത് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഒരു റൗണ്ട് ഷേപ്പാണ് മാർക്ക് ചെയ്യുന്നത്. അവിടുന്ന് താഴേക്ക് ഒരു 13.5 ഇഞ്ചിൽ നമ്മുടെ ഷേപ്പ് മാർക്ക് ചെയ്യണം. എന്നിട്ട് നമ്മുടെ അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്യുന്നുണ്ട്. 9.5 ഇഞ്ചിൽ ആ വണ്ണവും മാർക്ക് ചെയ്യുന്നു. താഴേക്കും എന്നിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്ത ഭാഗം എല്ലാം കൂടെ വരച്ച് യോജിപ്പിക്കുവാണേ. അങ്ങ് താഴെ വരെ നമ്മൾ ആ ഒരു ലെങ്തിൽ വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ മാർക്ക് ചെയ്ത ഭാഗങ്ങൾ കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമ്മുടെ നെക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ മാർക്ക് ചെയ്ത ഭാഗത്തു കൂടെ എല്ലാം തന്നെ നമ്മളിതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു ഷേപ്പ് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്, കണ്ടോ. എന്നിട്ട് ഞാൻ അവിടെ അതൊരു സാധാ ഷേപ്പിലാണ് കിടക്കുന്നത്. അവിടെ ഞാനൊരു കർവ് ഷേപ്പിൽ ആ ഒരു അറ്റ ഭാഗം മാർക്ക് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. എനിക്ക് അങ്ങനെ ആ ഒരു സ്ക്വയർ ഷേപ്പിനേക്കാളും ഒരു കർവ് ഷേപ്പ് വേണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ മാർക്ക് ചെയ്തെടുക്കുന്നത്. അത് പക്ഷേ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റിയില്ല, ക്ഷമിക്കണം. ഇനി നമ്മുടെ ആ ഒരു ഫ്രണ്ട് പാർട്ടിനെയാണ് എടുത്തിട്ടിരിക്കുന്നത്. നമുക്ക് ആ ഒരു യോക്ക് പാർട്ടിനെ സെപ്പറേറ്റ് ചെയ്ത് ഇവിടെ കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് 10 ഇഞ്ചിലാണ് ഞാൻ ആ യോക്ക് പാർട്ടിൻ്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ ആവശ്യാനുസരണം 10-12 ഇഞ്ച് വരെയൊക്കെ നമുക്ക് പോകാം. ഞാനിവിടെ 10 ഇഞ്ചിലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് പാർട്ടിലും നമ്മുടെ ആ ഒരു ഷോൾഡറൊക്കെ നമുക്ക് അടയാളപ്പെടുത്താം. 7 ഇഞ്ചിൽ തന്നെയാണ് ഷോൾഡർ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. താഴേക്കും 7 ഇഞ്ച് തന്നെ. നമ്മുടെ ബാക്ക് പാർട്ട് പോലെ തന്നെ 7 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുന്നു. നമ്മുടെ ചെസ്റ്റിൻ്റെയൊക്കെ അടയാളപ്പെടുത്താൻ അവിടെയും നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമ്മുടെ ആം ഹോളൊക്കെ ഷേപ്പ് ചെയ്ത് വരച്ചു. 9 ഇഞ്ച് തന്നെയാണ് ഇവിടെയും കേട്ടോ. അത് ഒന്നുകൂടെ ഒന്ന് വരച്ച് കറക്റ്റായിട്ട് എടുക്കുന്നുണ്ട്. നമ്മുടെ നെക്ക് 3.5 ഇഞ്ച് തന്നെയാണ് വിഡ്ത്ത്, 4 ഇഞ്ച് തന്നെയാണ് ലെങ്ത്ത്. അത് നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാനിവിടെ സാധാരണ എപ്പോഴും 3 ഇഞ്ചാണ് എടുക്കുന്നത്. പക്ഷെ നമ്മുടെ കഴുത്തിൻ്റെ ലെങ്ത് ഇച്ചിരി കൂടുതലായിരിക്കും. പക്ഷേ ഇവിടെ എൻ്റെ കഴുത്തിൻ്റെ ലെങ്ത്ത് ഞാൻ 4 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊന്ന് വിട്ട് ഇച്ചിരി കൂട്ടിയെടുക്കുന്നേ ഉള്ളേ. എന്നിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കുക. ആദ്യം തന്നെ നമ്മുടെ യോക്ക് പാർട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു ആം ഹോളും നെക്കും എല്ലാം കട്ട് ചെയ്ത് ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ആ ബാലൻസ് വന്ന തുണി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ 32 ആ 10 കഴിഞ്ഞ് പിന്നെ നമ്മുടെ സ്ലീവിൻ്റെ ഭാഗം കൂടെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുവാണേ. ഫ്രണ്ട് പാർട്ടും മൊത്തം 32 ഇഞ്ചിൽ തന്നെ ആണുള്ളത്. അത് കഴിഞ്ഞ് നമ്മുടെ ആ ഒരു ബാലൻസ് വന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ താഴോട്ടുള്ള സ്കേർട്ട് ഭാഗം ഉണ്ടല്ലോ, അതിന് നമ്മളിങ്ങനെ പ്ലീറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ആ ഒരു യോക്ക് പാർട്ട് എടുത്ത് വെക്കുക. ആ ഒരു ഓപ്പൺ ഭാഗത്തു നിന്നേ എടുത്ത് നന്നായിട്ട് വെച്ചിട്ട് നമ്മളിതാ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുവാണ്, കണ്ടോ. നമുക്ക് വീഡിയോയിൽ മനസ്സിലാവും. ഇത്ര ഭാഗം നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്, കണ്ടോ. ഇത്രയും ഭാഗം നമ്മൾ പ്ലീറ്റ് ഇടുന്നുണ്ട്. അപ്പോൾ ആ പ്ലീറ്റ് ഇടുന്നതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ. അപ്പോൾ അതിനായിട്ട് ഞാൻ നമ്മുടെ ബാക്കി വന്ന പീസ് എടുത്തിടുന്നുണ്ട്.
എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ താഴേക്ക് 3.5 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. ആ 3.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിൽ നിന്ന് നമ്മുടെ ആ ഒരു പോയിന്റിലേക്ക് വരച്ചെടുക്കുന്നു. എന്നിട്ട് ആ വരച്ചതിനെ നമ്മൾ അതിൻ്റെ പാതി കണ്ടിട്ട് ആ പാതിയിൽ നിന്നും നമ്മൾ ആ 3.5 ഇഞ്ചിലേക്ക് വരച്ച് മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് എത്രയാണോ ലെങ്ത് അങ്ങോട്ടേക്ക് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ താഴെ എത്തുമ്പോൾ 2-3 പ്ലീറ്റ് ഇടാനാണ് സ്ലീവിന് ഉദ്ദേശിക്കുന്നത്. കണ്ടോ, ആ ഭാഗത്തു നിന്ന് നമ്മൾ സാധാരണ ഒരു 5-6 ഇഞ്ചായിരിക്കും സ്ലീവിൻ്റെ ഓപ്പൺ കൊടുക്കുന്നത്. ഞാനിവിടെ എത്രയാണോ ആ തുണി ഉള്ളത് അത് മാക്സിമം നമ്മൾ എടുക്കുന്നുണ്ട്. നമുക്ക് അവിടെ പ്ലീറ്റ് ഇടുന്നതിന് വേണ്ടിയാണേ. അങ്ങനെ നമുക്കിത് മാർക്ക് ചെയ്ത് ഭാഗങ്ങളെല്ലാം തന്നെ കട്ട് ചെയ്തെടുക്കാം. സ്ലീവൊക്കെ നിങ്ങൾ എപ്പോഴും എൻ്റെ വീഡിയോയിൽ കണ്ട് കുഴഞ്ഞു കാണും അല്ലേ? അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി സ്പീഡ് കൂട്ടി അങ്ങ് പറഞ്ഞത്. നമ്മുടെ സ്ലീവ് കട്ടിങ്ങൊക്കെ ഡൗട്ടുള്ളവർക്ക് നമ്മുടെ മുന്നത്തെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കണമേ. ഇല്ലയെന്നുണ്ടെങ്കിൽ സ്പെഷ്യലായിട്ട് സ്ലീവിൻ്റെ മാത്രം വേണമെങ്കിൽ നമുക്കൊരു വീഡിയോ ചെയ്യാവുന്നതാണേ. അങ്ങനെ നമ്മുടെ ഒരു സ്കേർട്ട്, ആ ഫ്രണ്ടിലെ സ്കേർട്ട് ഭാഗം നമ്മൾ എടുത്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കാവേ. പ്ലീറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഞാനിവിടെ അയൺ ചെയ്തെടുക്കുന്നുണ്ട് ആ പ്ലീറ്റിനെ. അപ്പോൾ നമ്മുടെ ആ ഒരു പ്ലീറ്റ് നല്ല ഭംഗിക്ക് കിടക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ അയൺ ചെയ്ത് പോകുന്നുണ്ട്. ഒരു 1 ഇഞ്ച് വിഡ്ത്തിനാണ് നമ്മൾ ആ ഒരു പ്ലീറ്റ് എടുക്കുന്നത്. നമ്മുടെ ഇപ്പോൾ ഞാൻ എല്ലാം നന്നായിട്ട് അയൺ ചെയ്ത് ഞാനിങ്ങനെ പിൻ ചെയ്തിട്ടിട്ടുണ്ട്. കാര്യം നമ്മളിനി സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേക്കും ഇത് പോകണ്ടെന്ന് കരുതിയിട്ട് ആ ഒരു ഭാഗം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം. ഞാൻ ആ ഒരു ഫ്രണ്ട് പാർട്ടിൻ്റെ രീതിക്ക് തന്നെ ഒരു തുണി കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ആ ഒരു നെക്ക് തിരിച്ച് എടുക്കുന്നതിന് വേണ്ടി. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രോസ് പീസ് വെച്ചാൽ മതി. എനിക്കിവിടെ ഈ തുണി ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ അത് തന്നെ എടുത്തത്. അപ്പോൾ നമ്മുടെ ആ ഒരു യോക്ക് പാർട്ടിൻ്റെ നല്ല വശവും ചേർത്ത് ഞാൻ അത് അടിച്ചെടുക്കുകയാണേ. നമ്മളെപ്പോഴും സാധാ ചുരിദാറിന് ചെയ്യുന്ന പോലെ തന്നെ നെക്ക് അടിച്ച് മറിച്ചെടുക്കാവേ. അതത്രേ ഉള്ളേ. എന്നിട്ട് ഓരോ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ആ ഒരു സ്റ്റിച്ചിൽ കൊള്ളാണ്ട് നമുക്ക് കട്ട് ചെയ്ത് മറിച്ചെടുക്കാം. ഇനി നമുക്ക് ആ നെക്കിനെ നമുക്ക് ഒന്ന് പതിച്ചടിച്ചെടുക്കാവേ. താഴത്തെ തുണിയൊക്കെ ചുളിവൊന്നും വരാണ്ട് കറക്റ്റായിട്ട് പിടിച്ച് വേണം നമ്മൾ അടിച്ചെടുക്കാനേ. ഇത് പിന്നെ കോട്ടൺ ആയതുകൊണ്ട് കുറച്ച് സിമ്പിളാണ്. എന്നാലും നമ്മൾ ഒരു തുടക്കക്കാരൊക്കെയാണ് കാണുന്നതെങ്കിൽ നമ്മൾ സ്പീഡൊന്നും കൂട്ടാണ്ട് സാവധാനം തന്നെ ചെയ്തെടുത്താൽ മതിയേ. അപ്പോൾ നമ്മുടെ ആ ഫ്രണ്ട് നെക്കിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഇങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മുടെ ബാക്ക് പാർട്ട് എടുക്കാം. ബാക്ക് പാർട്ടിനെ നമ്മൾ ക്രോസ് പീസ് വെച്ചാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ 2 ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ 2 നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് നമുക്ക് അടിച്ചെടുക്കാം. അതിനുശേഷം നല്ല വശങ്ങളും ചേർത്ത് ആ ഒരു ക്രോസ് പീസിനെ നമുക്ക് ഒറ്റ പീസാക്കി മാറ്റാം. അതത്രേ ഉള്ളേ. ഇനി നമ്മുടെ ബാക്ക് പാർട്ട് എടുക്കുക. ബാക്ക് പാർട്ട് എടുത്തിട്ട് അതിൻ്റെ നല്ല വശവും നമ്മുടെ ആ ക്രോസ് പീസിൻ്റെ നല്ല വശം, ക്രോസ് പീസ് ഇപ്പോൾ എല്ലാം നല്ല വശം തന്നെയാണ്, അതിൽ വശവും കൂടെ ചേർത്ത് നമുക്ക് അടിച്ചു പോകാം.
ഇനി നമുക്ക് ഈ ബാക്ക് പാർട്ടിൻ്റെ അവിടെ നമുക്ക് ഓരോ കട്ട് കൊടുക്കാവേ. നന്നായിട്ട് തിരിഞ്ഞു വരുന്നതിന് വേണ്ടിയാണ് ഓരോ കട്ട് കൊടുക്കാം. ഇത് നമ്മൾ പതിച്ചടിക്കുന്നതിന് മുമ്പായിട്ട് തന്നെയാണ് നമ്മൾ ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശവും ബാക്ക് പാർട്ടിൻ്റെ നല്ല വശവും ഷോൾഡർ ഭാഗം വെച്ചിട്ട് നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ ആ ഒരു ക്രോസ് പീസിൻ്റെ പാർട്ട് പൊക്കി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ആ ഷോൾഡർ തമ്മിൽ ഒരു വട്ടം അടിച്ചെടുക്കാം. അതിനുശേഷം നമ്മുടെ ആ ഒരു ക്രോസ് പീസും കൂടെ ചേർത്ത് ഇനി അടിക്കാവേ. ഇങ്ങനെ അടിച്ചു പോകണം. അതുപോലെ തന്നെ മറ്റേ ഭാഗവും നമുക്ക് ചെയ്തെടുക്കാം. അവിടെ നമ്മളിത് ക്രോസ് പീസ് വീണ്ടും മടക്കി ജോയിൻ ചെയ്തെടുക്കുവാണേ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ഒരു ഏറ്റക്കുറിച്ചിൽ വരുമല്ലോ, അത് നമുക്ക് ഒഴിവാക്കി നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഷോൾഡർ വരാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പക്ഷേ എന്നാൽ നമ്മൾ തുടക്കക്കാരും കൂടെ കാണുന്നതായിരിക്കുമല്ലോ ഈ വീഡിയോ, അതിന് വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞു തന്നത്. ഇപ്പോൾ നമ്മുടെ ഷോൾഡറുകൾ തമ്മിൽ ഏറ്റക്കുറച്ചിലില്ലാണ്ട് ഒപ്പത്തിന് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ ആ ഒരു നെക്ക് ക്രോസ് പീസ് നമ്മൾ പതിച്ചടിക്കുന്നത്. ചുളിവ് വരാണ്ട് വലിച്ചു പിടിക്കാണ്ട് നമുക്കത് ആ ഭാഗം അടിച്ചു പോകണം. നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ആ ഓളെന്ന ആ ഒരു ഭാഗത്തൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. എന്നാൽ മാത്രമേ നമ്മുടെ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷനൊക്കെ വന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് വീഡിയോസൊക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ നന്നായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ആ ഒരു ബാക്ക് പാർട്ടും നമ്മൾ അടിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറേ നൂലൊക്കെ അനാവശ്യമായിട്ട് കിടക്കും, അതൊക്കെ ഈ സമയത്ത് കട്ട് ചെയ്ത് നല്ല വൃത്തിക്കാക്കി മാറ്റണം. ഇനിയാണ് നമ്മുടെ ആ ഒരു ബാക്ക് പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് ഇപ്പോൾ കഴിഞ്ഞു. നമ്മുടെ ഫ്രണ്ട് പാർട്ടിലേക്ക് നമ്മുടെ ആ ഒരു പ്ലീറ്റ് ഇട്ട് വെച്ചിരിക്കുന്ന സ്കേർട്ട് ഭാഗം നമുക്ക് ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ആദ്യം ആ സ്കേർട്ട് ഭാഗം രണ്ടായിട്ട് മടക്കിയിട്ട് അതിൻ്റെ ഒരു സെൻറ്റർ ഭാഗം നമുക്കൊന്ന് മാർക്കിട്ട് കൊടുക്കാവേ. ഒരു ചോക്ക് വെച്ച് അടയാളപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു കുഞ്ഞ് കട്ട് കൊടുക്കുകയോ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു യോക്ക് പാർട്ടിനും അങ്ങനെ ചെയ്യണമേ. എന്നിട്ട് നമുക്ക് യോക്ക് പാർട്ടിൻ്റെ സെൻറ്റർ ഭാഗവും സ്കേർട്ട് പാർട്ടിൻ്റെ സെൻറ്ററും കൂടെ വെച്ച് നമുക്ക് അടിച്ചു പോകാം. തയ്ക്കാൻ നല്ല സിമ്പിളും പക്ഷെ നല്ല ഭംഗിയുള്ളതുമായിട്ടുള്ള ഒരു ടോപ്പാണേ. ഇനി നമ്മൾ തിരിച്ച് മറ്റേ വശത്തേക്കും കൂടെ നമ്മുടെ സ്ലീവ് അറ്റാച്ച് ചെയ്യുമല്ലോ സെൻറ്ററിൽ നിന്ന്, അതുപോലെയാണ് ഇത് അറ്റാച്ച് ചെയ്യുന്നത്. നമ്മളല്ലാണ്ട് ഒരു സൈഡിൽ നിന്നാണ് അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ബാലൻസ് ചിലപ്പോൾ തുണി വന്നേക്കാം. നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന പോലെ ആ സെൻറ്ററിൽ നിന്ന് തിരിച്ചിങ്ങോട്ടും നമുക്ക് അടിച്ചു പോകാവേ. അപ്പം നമ്മുടെ ആ ഒരു സ്കേർട്ട് ഭാഗം ജോയിൻ ചെയ്യുന്നത് കഴിഞ്ഞതായി ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു പ്ലേറ്റ് നമ്മൾ അയൺ ചെയ്തിട്ടത് കൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക ഭംഗി തോന്നുന്നുണ്ട്. ഇനി നമ്മൾ ഒരു സ്റ്റിച്ച് കൂടെ അതിന് കൊടുക്കണമേ. എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള ജോയിൻ ചെയ്യുന്ന പാർട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കണമേ.
അപ്പോൾ ഞാൻ ഒരു സ്റ്റിച്ച് കൂടെ കൊടുത്ത് ആ ഒരു സ്റ്റിച്ചിനെ നമ്മൾ പെർഫെക്റ്റ് ആക്കുവാണേ. ഒന്നുകൂടെ സെക്യൂർ ആക്കിക്കൊണ്ടിരിക്കുവാണ്. നമ്മുടെ ആ ഒരു പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ആണ് അറ്റാച്ച് ചെയ്യേണ്ടത്. അതിനായിട്ട് നമുക്ക് സ്ലീവ് എടുക്കാവേ. നമ്മുടെ സ്കേർട്ടിൻ നമ്മുടെ ടോപ്പിൻ്റെ നല്ല വശവും സ്ലീവിൻ്റെ നല്ല വശവും തമ്മിൽ ചേർത്ത് സെൻറ്റർ ഭാഗത്തുനിന്ന് നമുക്ക് അടിച്ചു തുടങ്ങാവേ. എന്നിട്ട് ആ ഒരു അറ്റം വന്നു കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും തിരിച്ചൊന്നുകൂടെ ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യാവേ. അങ്ങനെ നമ്മൾ ആ ഒരു സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സ്ലീവിൻ്റെ അറ്റ ഭാഗത്തായിട്ട് 2-3 പ്ലീറ്റ് കൊടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ നമുക്ക് അങ്ങനെ പ്ലീറ്റ് കൊടുക്കാവേ. ചെറുതായിട്ടുള്ള പ്ലീറ്റാണ് ഇടുന്നത്. കുഞ്ഞു പ്ലീറ്റ് അങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ വേറൊരു പാർട്ട് കൊണ്ടുവന്നിട്ട് ഒരു കുഞ്ഞു തുണി എടുത്തിട്ടുണ്ട്, ഒരു സ്ക്വയറിൽ. അതിന് നമ്മൾ 2ആയിട്ട് മടക്കി നമ്മൾ ഈ സ്ലീവിൻ്റെ മോശം വശം വെച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. നിങ്ങൾ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ആ സ്ലീവ് തിരിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു അകം വശം വെച്ചിട്ട് നമ്മൾ ഇത് ഇങ്ങനെ അടിച്ചു പോകുന്നുണ്ട്. ഇനി ആ ബാക്കി വന്ന ആ ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ അടിച്ച ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ ആ ഒരു ഫ്രണ്ട് പാർട്ടിലേക്ക് മടക്കി ഇങ്ങനെ എടുക്കുവാണേ. എന്നിട്ട് നമുക്ക് അവിടെ അടിച്ചു കൊടുക്കാവേ. നിങ്ങൾ വീഡിയോ കൃത്യമായിട്ട് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ ആ ഒരു മോശം വശത്തടിച്ച ആ ഒരു ക്ലോത്തിനെ തിരിച്ച് നമ്മുടെ നല്ല വശത്തേക്ക് അടിച്ച് മറിച്ചെടുക്കുവാണേ. എന്നിട്ട് അതിന് നമ്മൾ സ്റ്റിച്ച് ചെയ്തങ്ങ് കൊടുക്കുവാണ്. എന്നിട്ട് നമുക്ക് ബാലൻസ് വന്ന ആ ഒരു ക്ലോത്തൊക്കെ അടിച്ചു മാറ്റാം. അതിന് മുമ്പായിട്ട് നമ്മൾ ആ ഒരു അരികു ഭാഗം കൂടെ ഒന്ന് ചേർത്ത് അടിക്കുവാണേ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ സ്ലീവും ചെയ്തെടുക്കാം. അങ്ങനത്തെ 2 സ്ലീവും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു സ്കേർട്ട് മൊത്തത്തിൽ നമ്മുടെ ടോപ്പിനെ നമുക്ക് അടിച്ചെടുക്കാം. ആദ്യം ചെയ്ത് സ്ലീവിൻ്റെ വശം കൊണ്ട് തന്നെ നമ്മളിത് അടിച്ച് താഴേക്ക് പോവുകയാണേ. ആം ഹോളിൻ്റെ ഭാഗമൊക്കെ എത്തുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു പാർട്ടിനെ മടക്കി ചുളുവൊന്നും വരാണ്ട് വെച്ച് നമുക്ക് താഴേക്ക് അടിച്ചു പോകാവേ. ഇനി നമ്മുടെ അരികു ഭാഗമാണ് അടിക്കുന്നത്. ആദ്യം ഒരു മടക്ക് മടക്കി പിന്നെ ഒന്നുകൂടെ ഫുള്ളായിട്ട് മടക്കിയാണ് അടിച്ചെടുക്കുന്നത്. ഇപ്പം നമ്മുടെ ടോപ്പിൻ്റെ ഫുൾ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ്. സിമ്പിൾ ടോപ്പ്, കാര്യമായിട്ടുള്ള അലങ്കാരങ്ങളൊന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ ടോപ്പാണ്. കണ്ടോ, നമ്മുടെ ആ ഒരു ഭാഗത്തൊക്കെ ആ ഒരു പ്ലീറ്റൊക്കെ ഇട്ട് നമുക്കൊന്ന് ഇട്ട് കാണാം. ഇട്ട് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഇതിങ്ങനെയാണ്. ആ യോക്ക് പാർട്ട് നമ്മൾ 10 ഇഞ്ചേ കൊടുത്തിട്ടുള്ളായിരുന്നു. ബാക്ക് പാർട്ട് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഒരു
പ്ലീറ്റൊക്കെ കണ്ടോ സ്ലീവിൻ്റെ ഭാഗത്തെ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, ഇത്രയുള്ള ടാറ്റാ.